റമളാനിൽ തറാവീഹ് നിസ്കാരത്തിന് വേണ്ടി സ്ത്രീകൾക്ക് ജമാഅത്ത് സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് കർമ്മശാസ്ത്രത്തിലെ അവസാനത്തെ വാക്ക് ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് വിശദീകരിക്കുന്നു. നോമ്പിന്റെ എല്ലാ രാത്രിയിലുമുള്ള തറാവീഹ് നിസ്കാരം പെണ്ണുങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് തറാവീഹ് നിസ്കാരം ഇല്ല എന്ന് അല്ല, പെണ്ണുങ്ങൾക്കും തറാവീഹ് നിസ്കാരം സുന്നത്താണ്. അവർ വീട്ടിൽ വെച്ച് നിസ്കരിച്ചുകൊള്ളട്ടെ എന്നല്ലാതെ തറാവി എന്ന പേര് പറഞ്ഞ് ഏതെങ്കിലും ഒരു പരസ്യമായ ഒരു സ്ഥലത്ത് തറാവി എന്ന് പറഞ്ഞ ചില ആളുകൾ മദ്രസയിൽ തറാവിന് വേണ്ടി പെണ്ണുങ്ങൾക്ക് സൗകര്യമുണ്ടാക്കി എല്ലാ സ്ഥലത്തു നിന്നും പെണ്ണുങ്ങൾ അവിടെ വന്ന് തറാവി നിസ്കരിക്കുക, ഏതെങ്കിലും ഒരാള് ഇമാമുക്കാനും വേണ്ടി അയാൾ പറയാ. അങ്ങനൊന്നില്ല, അങ്ങനെയില്ല. പണ്ട് കാലങ്ങളിലൊക്കെ ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ കാലത്തുണ്ടായിരുന്നു. എങ്ങനെ അവിടെ കൂടാൻ പറ്റുന്ന, ഉദാഹരണമായി പറഞ്ഞാൽ തൊട്ടടുത്ത 2-3 വീടൊക്കെയാണ് ഒരു പറമ്പിന്റെ ഉള്ളിലുള്ള, ഇങ്ങനെ എവിടെയെങ്കിലും ടൗണിൽ വെച്ച് ഒരു മദ്രസയിൽ വെച്ച് ഒരു പൊതുപരിപാടിയായിട്ട് നടത്തുന്ന പരിപാടിയല്ല. മഹദൂമയുടെ കാലത്തൊക്കെ പൊന്നാനിയിൽ അടുത്ത കാലത്ത് വരെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത 2-3 വീടുകളിലെ ആ സ്ത്രീകളൊക്കെ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വേണ്ടി അന്നൊക്കെ ചെയ്തിരുന്ന പള്ളിയിലെ മുതഅല്ലിമീങ്ങളുടെ കൂട്ടത്തിൽ പ്രായപൂർത്തി എത്താത്ത 13-14 വയസ്സുള്ള കുട്ടികളെ ഇമാമത്തിന് വേണ്ടി നിശ്ചയിക്കും. അങ്ങനെ അവർ ഇമാമായിക്കൊണ്ട് ജമാഅത്തായി ഇവർക്ക് നിസ്കരിച്ചു കൊടുക്കും. ഇങ്ങനെ ഉണ്ടായി. അത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരും അങ്ങനെ ചെയ്തിരുന്നു. അന്നത്തെ പെണ്ണുങ്ങളും ചെയ്തിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ പെണ്ണുങ്ങൾക്ക് റമളാനിൽ തറാവീഹ് നിസ്കാരത്തിന് ഇമാമത്ത് നിന്നിരുന്നു. അങ്ങനെ ചെയ്യാ എന്നല്ലാതെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാരെ പറയുന്നത് പോലെ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന പള്ളികളിലേക്ക് ജമാഅത്തിന് വേണ്ടി പോവുക, അത് റമളാനാണെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ഒരു സുന്നത്തില്ലെന്ന് മാത്രമല്ല, ഇന്ന് അതിന്റെ അവസ്ഥ നോക്കുമ്പോൾ അത് വലിയ കുറ്റകരമായ കാര്യമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. എന്നാ പിന്നെ പുത്തനാശയക്കാരൻ ചെയ്യുന്നതല്ലാതെ നമ്മളെ ആളുകൾ തന്നെ, ചില ആളുകൾ സുന്നികൾ എന്ന് പറയുന്നവർ തന്നെ ചിലയിടത്ത് ഉണ്ടാക്കുന്ന ഒരു വിധേയത്താണ് മദ്രസയിൽ വെച്ച് പൊതുവായ ഒരു മഹാജമാൻ. അത് വേണ്ട, അതിലൊക്കെ ധാരാളം ഫസാദുകൾ വരും. അപ്പൊ പെണ്ണുങ്ങൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഖൈറു മസാജിദിൻ നിസായി ഖൈറു ബുയൂത്തിഹിന്ന റസൂൽ പറഞ്ഞതാണ്. പെണ്ണുങ്ങളെ പള്ളിയിൽ വെച്ച് ഏറ്റവും ശറഫുള്ള പള്ളി, ഹൈറായ പള്ളി അവരെ വീടിന്റെ ഉള്ളാൻ അന്തർഭാഗമാണ്. അതുകൊണ്ട് ആ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാതെ അവിടെ വെച്ച് തന്നെ നിസ്കരിക്കാലോ. ജമാഅത്തില്ലാതെ ഒറ്റക്കും നിസ്കരിക്കാം. തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ. ഈ 2 റക്അത്തായി നിസ്കരിക്കണം. തറാവീഹ് കൂട്ടി നിസ്കരിക്കാൻ പറ്റില്ല. 2 റക്അത്തായി നിസ്കരിക്കണം. അങ്ങനെ 10 പ്രാവശ്യം ഈ 2 റക്അത്തായി നിസ്കരിച്ചാൽ 20 റക്അത്തായി. ശേഷം 3 റക്അത്ത് വിത്റും, 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 3-ാമത്തെ റക്അത്ത് വേറെ നിസ്കരിക്കാതെ അഫ്ളൽ. ഇനി വിത്ർ 3 ഒരുമിച്ച് നിസ്കരിച്ചാലും കുഴപ്പമൊന്നുമില്ല. തറാവീഹ് 2-ൽ കവിഞ്ഞ് കൂടുതൽ ഒന്നിച്ച് നിയ്യത്ത് വെച്ചാൽ തന്നെ അത് സഹിയാവുകയില്ല. ഈ 2 തന്നെ നിസ്കരിക്കണം. ഇനി ഒരാള് 20 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കാൻ സൗകര്യമില്ല, വീട്ടിലൊരു സ്ത്രീയാണ്, അവൾക്ക് 20 റക്അത്ത് നിസ്കരിക്കാൻ സൗകര്യമില്ല, എന്നാ കഴിയുന്ന അത്ര നിസ്കരിച്ചു കൊള്ളട്ടെ. നിസ്കരിച്ചാൽ അതിന്റെ കൂലി കിട്ടും. 2 റക്അത്ത് നിസ്കരിച്ചോ അതിന്റെ കൂലി കിട്ടും. 4 നിസ്കരിച്ചോ അതിന്റെ കൂലി കിട്ടും. 6 നിസ്കരിച്ചോ അതിന്റെ കൂലി കിട്ടും. ഇങ്ങനെ അപ്പൊ എങ്ങനായിരുന്നാലും 8 റക്അത്ത് നിസ്കരിക്കാണ്ട് നിർത്തിയാലും കൂലി കിട്ടുമെങ്കിലും 8ന്റെ കൂലി കിട്ടും. പക്ഷേ 8ന്റെ മേലിൽ ചുരുക്കരുത്. അതും ഞാൻ ഇടയിൽ പറഞ്ഞു പോവാം. കാരണം എന്താ, ഈ 8 റക്അത്ത് നിസ്കരിക്കുക എന്നത് വിദഅത്തുകാരുടെ ഒരു ആചാരമായിരിക്കുന്നു. അവർ ഇപ്പോൾ ആചാരമാക്കിയ സംഗതിയാണ് തറാവീഹ് 8 റക്അത്ത് നിസ്കരിക്കുക. അതുകൊണ്ട് തന്നെ വിദഅത്തുകാർ ആചാരമാക്കിയ ഒരു കാര്യം നാം ചെയ്യരുത്, ഉപേക്ഷിക്കണമെന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടല്ലേ നോക്കുങ്ങള് നിസ്കാരം കഴിഞ്ഞാൽ ദ്വാരക്കാതെ